ഹൈദരാബാദിലെ മറ്റൊരു പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസാണ് ഗോൾക്കൊണ്ട ഫോർട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഗോൾക്കൊണ്ട ഫോർട്ടിലെ കാഴ്ചകൾ കാണാം. അത്ഭുതകരമായ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗ് വിസ്മയത്തിൻ്റെയും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ഫോർട്ട്. പാറക്കെട്ടുകളിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട ഒരു കാലത്ത് കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ആസ്ഥാനമായിരുന്നു. അതിമനോഹരമായ കൊട്ടാരങ്ങളും പള്ളികളും പൂന്തോട്ടങ്ങളും ഡയമണ്ട് മാർക്കറ്റുകളും കൊണ്ട് ഗോൾക്കൊണ്ട ഫോർട്ട് ഈ പ്രദേശത്തെ അക്കാലത്ത് സമ്പന്നമാക്കിയിരുന്നു. പൂർണ്ണമായും കരിങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് കെട്ടിയിരിക്കുന്നത്. കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗോൾക്കൊണ്ട ഫോർട്ട്. ഏതാണ്ട് 62 വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരുന്നത്. ഈ ഒരു കോട്ടയുടെ ഏറ്റവും മുകളിലായി ഒരു അമ്പലമുണ്ട്. ജഗദംബ ടെമ്പിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കോട്ട മൊത്തമായി കണ്ടു തീർക്കാൻ നമ്മൾക്ക് ഏതാണ്ട് ഒരു ദിവസം മൊത്തം വേണ്ടി വരും. അത്രയ്ക്കും വലുതാണ് ഇതിൻ്റെ വലിപ്പം. നമ്മുടെ നാട്ടിലുള്ള ബേക്കൽ ഫോർട്ടിൻ്റെ ഏതാണ്ട് 4-5 ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ഇതിന്. ഗോൾക്കൊണ്ട ഫോർട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ കൊല്ലൂരത്നഗിരിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയും കാകതീയ രാജവംശത്തിൻ്റെ കൈവശമുണ്ടാകുകയും അത് പിന്നീട് കുത്തബ് ഷാ രാജവംശത്തിൻ്റെ കയ്യിലെത്തുകയും ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നമായ കോഹിനൂർ ഡയമണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അതുണ്ടായിരുന്നത് ഈ ഗോൾക്കൊണ്ട ഫോർട്ടിലാണ്. ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം 10-12 കിലോമീറ്റർ ദൂരത്താണ് ഈ ഗോൾക്കൊണ്ട ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട കണ്ടപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലോർത്തതെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഒരു യന്ത്രത്തിൻ്റെ സഹായം ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് മാൻ പവറും മെഷീൻ പവറും ഒക്കെ വേണ്ടി വരും. പക്ഷേ പഴയ കാലത്ത് ഇതൊന്നും ഇല്ലായിരിക്കുമ്പോൾ മെഷീനൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചതെന്നത് നമുക്കൊരു അത്ഭുതം തോന്നുന്നൊരു സംഭവമാണ്. അങ്ങനെ ഗോൾക്കൊണ്ട ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അന്നത്തെ ദിവസം രാത്രി ഹൈദരാബാദിലെ ഹൈടെക് സിറ്റിയിലൊക്കെ ഒന്ന് നടന്ന് കറങ്ങി ഞങ്ങൾ. നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു രാത്രി ഹൈദരാബാദ് സിറ്റിയെ കാണാൻ. ഒരുപാട് നല്ല നല്ല മൾട്ടിനാഷണൽ കമ്പനികളുടെ ബിൽഡിങ്ങുകളും ബ്രിഡ്ജും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നൈറ്റ് വ്യൂ. അങ്ങനെ ഞങ്ങളുടെ ഹൈദരാബാദ് ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് പിറ്റേ ദിവസം വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി നേരത്തെ ബുക്ക് ചെയ്ത ബസ്സിൽ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.